എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പഴം വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇത് നല്ലൊരു മധുരമുള്ളൊരു വിഭവമാണ്. പിന്നെ ഇതിലിടുന്ന മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലായിട്ടോ അതല്ലെങ്കിൽ കുറഞ്ഞിട്ടോ ഒക്കെ ചേർക്കാം. അതുപോലെ തന്നെ ഇതിലെ നെയ്യ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്യാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പഴം വിളയിച്ചത് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്ന് പഴം വിളയിച്ചതാണ് തയ്യാറാക്കാനായിട്ട് പോണത്. അതിനായിട്ട് ഞാൻ 1/2 കിലോ നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല, നമ്മൾ നാലായിട്ട് നുറുക്കില്ലേ, അതുപോലെ നുറുക്കിയെടുത്തതാണിത്. ഈ പഴം നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യ് ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇവിടെ ഈ പഴത്തിന് നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഈ നെയ്യിലെ പഞ്ചസാരയും പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പഴം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മളൊരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നമ്മുടെ കയ്യിൽ കൊള്ളേണ്ട ഒരു കയ്യ് ആണ് എടുത്തത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കൂട്ടിയാലും കുറച്ചാലും ഒന്നും പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്ത പോലെ തന്നെ ഒരു കയ്യേ ഉണക്കമുന്തിരിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അവിൽ ചേർക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ പഴം വിളയിച്ചതിൽ ഈ അവിൽ ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കടിക്കാനായിട്ട് കിട്ടും. നമുക്ക് ഈ അവില് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് മടുത്തു പോയാൽ നമുക്ക് പഴം വെച്ചിട്ട് എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പറ്റുക, അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണിത്. ഇത് ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കും, അത് തീർച്ചയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് നാളികേരമാണ്. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് ചിരകി വെച്ചിട്ടുള്ള നാളികേരം ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കായുടെ തോടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു മാത്രമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ഏലക്കായാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അപ്പോൾ അത് പൊടിച്ചു കൊടുക്കൊന്നും വേണ്ട, അത് നേരെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. നാളികേരം ചേർത്തിട്ട് ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും നെയ്യും പഞ്ചസാരയും ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഈ നേന്ത്രപ്പഴം വിളയിച്ചത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം വിളയിച്ചത് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.